ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്പി നാടൻ ബീഫ് കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബീഫ് 250 ഗ്രാം, ചെറിയുള്ളി 50 ഗ്രാം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി 10 അല്ലി, പച്ചമുളക് 2 എണ്ണം, ഉരുളൻകിഴങ്ങ് 2 എണ്ണം, മല്ലിയില 2 തണ്ട്, കറിവേപ്പില 3 തണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ: കുരുമുളക് 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇതുപോലെ ചെറുതായാണ് അരിഞ്ഞെടുക്കേണ്ടത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചതച്ച് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിലേക്ക് 2 മുട്ടയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ 2 മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ തന്നെ പൊട്ടിച്ച് വെള്ളം എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾക്ക് ആവശ്യം റസ്ക് പൊടിയാണ്. അത് നമ്മൾ ഒന്നെങ്കിൽ ബ്രെഡ് ഇങ്ങനെ പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ റസ്ക് പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും. അടുത്തതായിട്ട് നമ്മൾക്ക് ഉരുളൻകിഴങ്ങ് എടുത്തു വെച്ചിരിക്കുന്നത് പുഴുങ്ങിയെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഒരു കുക്കർ എടുത്ത് ഉരുളൻകിഴങ്ങിൻ്റെ നടു കീറിയിട്ടാണ് നമ്മൾ വെക്കുന്നത്, കാരണം ഉള്ള വരെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ 2 വിസിൽ കൊടുത്ത് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ബീഫാണ് എടുക്കുന്നത്. ബീഫ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 4 വിസിൽ കൊടുത്ത് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ വേവിൻ്റെ വിസിലാണ് പറഞ്ഞത്. ഓരോ ബീഫിൻ്റെ വേവിൽ വ്യത്യാസമുണ്ട്, അത് നോക്കി വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതുപോലെ പൊടിച്ചാണ് എടുക്കേണ്ടത്. പൊടിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് നമുക്ക് പിന്നെ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വെന്ത് വന്ന ബീഫ് അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒത്തിരി അരഞ്ഞു പോകാതെ വേണം നമ്മൾ ബീഫ് പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം ബീഫ് നമുക്ക് എടുക്കാനായിട്ട്. കട്ട്ലേറ്റിന് വേണ്ടി ഈ ഒരു ടെക്സ്ചറാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ബീഫ് കട്ടറിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഈ ബീഫ് പൊടിച്ചെടുത്ത് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. ഈ കുഞ്ഞുള്ളി നമ്മൾ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരുടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതെല്ലാം പച്ചക്കാണ് ചേർക്കുന്നത്, വഴറ്റിയല്ല ചേർക്കുന്നത്. എളുപ്പത്തിൽ നമുക്കൊരു കട്ട്ലേറ്റ്, അത് ക്രിസ്പി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് എല്ലാം പച്ചക്കാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ്, നമ്മൾ എടുത്തു വെച്ച ഉരുളൻകിഴങ്ങ് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു കൂട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ, നമ്മൾ ആദ്യം എടുത്തു വെച്ച പൊടികളും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇത് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വേണേ അഭിപ്രായം പറയാൻ. അങ്ങനെ നമ്മൾ ഈ കുഴച്ച് എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങനെ വെച്ചത് ഇങ്ങനെ കുഞ്ഞ് ഉരുളകളായിട്ട് പിടിച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് കട്ട്ലേറ്റിന് ഉണ്ടാക്കാം. ഞങ്ങളിവിടെ ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത്. നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഉരുളകളും ഇതുപോലെ ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ആദ്യം എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കട്ട്ലേറ്റ് എടുത്ത് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിലൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് നമ്മൾക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒത്തിരി റസ്ക് പൊടിയിൽ ഇട്ടിട്ട് അത് റസ്ക് പൊടി ഇങ്ങനെ മുകളിലേക്ക് വാരി ഇടുന്നതിലും നല്ലത് നമ്മൾ അതിൽ എണ്ണ വെച്ചൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒത്തിരി റസ്ക് പൊടി അതിൽ പിടിക്കില്ല. ഒത്തിരി റസ്ക് പൊടി അതിൽ വന്നു കഴിയുമ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് മൊത്തം അതിൽ തരി വീണ് പെട്ടെന്ന് എണ്ണ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് പതുക്കെ തിരിച്ചും മറിച്ചുമിട്ട് തീ ഒന്ന് ലോയിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. കാരണം ഇത് ഒത്തിരി ക്രിസ്പിയായി കിട്ടണമെങ്കിലും പിന്നെ ഉള്ളു വെന്ത് വരണമെങ്കിലും ചെറിയൊരു ഫ്ലെയിമിലിട്ട് നമുക്കിങ്ങനെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും നന്ദി. എല്ലാവരും ചെയ്ത് നോക്കണേ.